ഇസ്രായേലിന്റെ അസ്തിത്വം അംഗീകരിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ ഈജിപ്തും ജോർദാനും പിന്നീട് ജൂതരാഷ്ട്രവുമായി സന്ധി ചെയ്തു. പിടിച്ചെടുത്ത സിനായ് മരുഭൂമി ഈജിപ്തിനും ജോർദാൻ നദിയുടെ കിഴക്കൻ തീരങ്ങളും ഇസ്രായേൽ വിട്ടുകൊടുത്തു. അന്നത്തെ യുദ്ധ നായകനായിരുന്ന ഇസഹാക്ക് റബീൻ പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രിയായി. ഓസ്ലോയിൽ വെച്ച് പാലസ്തീൻ നേതാവ് യാസർ അരഫാത്തുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയത് ചരിത്രത്തിന്റെ മറ്റൊരു നിയോഗമാണ്. പാലസ്തീനികളുമായി സന്ധി ചെയ്യാൻ ഒരുമ്പെട്ട റബീൻ ഒരു ജൂത തീവ്രവാദിയുടെ തന്നെ തോക്കിനിരയായത് വിധിയുടെ ക്രൂരമായ മറ്റൊരു തമാശയാണ്. ഇന്ന് 6 ദിവസത്തെ യുദ്ധം ലോകത്തിലെ എല്ലാ പട്ടാളവും വിശകലനം ചെയ്യുന്ന വലിയൊരു റെഫറൻസ് ആണ്. പ്ലാനിംഗ്, ഇന്റലിജൻസ്, വേഗത, മനോവീര്യം ഇതെല്ലാം കൂടിച്ചേർന്നൊരു സൈനിക വിസ്മയമായിരുന്നു ആ 6 ദിവസങ്ങളിൽ ലോകം കണ്ടത്. കഠിനാധ്വാനവും ബുദ്ധിശക്തിയും സമർപ്പണവും ഒത്തുചേർന്ന ഒരു സമൂഹത്തിന് ഒരു വെല്ലുവിളിയും പ്രശ്നമല്ല എന്ന് തെളിയിച്ച മറ്റൊരു ഉദാഹരണം. ആ അർത്ഥത്തിൽ മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള പാഠപുസ്തകമാണ് ഇസ്രായേൽ ലോകത്തിന് നൽകിയത്.